കാര്യബോധ്യം ഉണ്ടാക്കണ്ടേ. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോ. നിശ്ചലത്തോടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഗവതത്തിൽ ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രവണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രു തജ്ജന്മ ദക്ഷിണം. ശ്രവണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ഓണം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാമനമൂർത്തിയെ ആദരിക്കാൻ പൂജിക്കാൻ വിനിയോഗിക്കുന്ന സന്ദർഭമാണ്. വളരെ സ്പഷ്ടമായി സ്വാമിജികൾ നമുക്ക് എന്താണ് ഓണം എന്ന് പറഞ്ഞു തന്നു. ഈ അർത്ഥത്തിലുള്ള ഓണാഘോഷം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, തെറ്റു തന്നെയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങളാകാം, അനുഷ്ഠാനങ്ങളാകാം, മുസ്ലിമിന് മുസ്ലിമിൻ്റേതുമാകാം. ഒരിക്കലും തന്നെ കലഹങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവർ നടത്തുന്നതിൽ നിന്ന് ഒരർത്ഥത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ അർത്ഥത്തിലും സംയമനമാണ് മുസ്ലിമിന് ഭൂഷണം. മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുക, ഹൈന്ദവൻ ഹൈന്ദവനായിക്കൊണ്ട് നിലകൊള്ളുക, ക്രൈസ്തവൻ ക്രൈസ്തവനായിക്കൊണ്ട് ജീവിക്കുക. ഈ രൂപത്തിലായിരിക്കണം മതേതരത്വ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. മതാചാരങ്ങൾ തമ്മിലുള്ള കൈമാറ്റമല്ല മതസൗഹാർദ്ദം, മറിച്ച് അപരൻ്റെ വിഷമത്തെ കണ്ടറിഞ്ഞുകൊണ്ട് അവന് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണമെത്തിച്ച് സ്വാന്തന സ്നേഹപ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഇടപെടുന്നിടത്താണ് ആരോഗ്യകരമായ മതസൗഹാർദ്ദവും ദേശീയതയും ഉണ്ടായിത്തീരുന്നത്. കേവലം മതാചാരങ്ങളിൽ മാത്രം ഒരു കൃത്യമായ പങ്കിടൽ കൊണ്ട് ഒരു നേട്ടവും ഇന്നിൻ്റെ സമൂഹത്തിന് നമുക്ക് സമ്മാനിക്കാനാവില്ല. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സങ്കല്പം ഉദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി മുസ്ലിമാകണം. ഒരു നാമമാത്രം മുസ്ലിമിനെ കൊണ്ട് സമൂഹത്തിന് ഗുണം ഇല്ല. ഒരു പൂർണ്ണമായ മുസ്ലിമാണെങ്കിൽ അവൻ്റെ നാവ് കൊണ്ടോ അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ അപരന് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യുകയില്ലെന്നാണ് തിരുവചനം. ഇന്നൊരു മാധ്യമങ്ങളുടെ അകമ്പടിയിലുള്ള ഒരു പോസ്റ്റർ കണ്ടു. ഒരു അധ്യാപിക തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ അതേസമയം അപരൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേർന്നതല്ല. മറിച്ച് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമാകാം. ഏതു മതത്തിനും മതമില്ലാത്തവനും അവൻ്റേതായ പ്രബോധനങ്ങൾ നടത്താമെന്ന് ആർട്ടിക്കിൾ 25 കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഫ്രീഡം ഓഫ് റിലീജൻ കൃത്യമായി നമുക്കേവർക്കും വകവെച്ചു തരുന്നും ഉണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതേതരത്വമായ ജീവിതം നയിക്കുന്നതിലൂടെ മതാചാരങ്ങൾ കൈമാറ്റം ചെയ്യാതെ ഓരോരുത്തരും അവനവനായിക്കൊണ്ടുള്ള നല്ല ജീവിതം എല്ലാ അർത്ഥത്തിലും കാഴ്ചവെക്കുക. നാഥൻ തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.